തോമസ് ആൽവ എഡിസന്റെ കഥകൾ കേട്ടിട്ടുണ്ടാവും. ആരാണ് തോമസ് ആൽവ എഡിസൺ? ആരാണ്? അറിയില്ലേ? നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ആരാണ് തോമസ് ആൽവ എഡിസൺ? ബൾബ് കണ്ടുപിടിച്ച ആളാണ്. ലോകം മുഴുവൻ പ്രകാശമാനമാക്കിയ ഒരു മഹാപ്രതിഭ, ഒരു വലിയ ജീനിയസ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ചരിത്രമുണ്ട്. അദ്ദേഹം തൻ്റെ പ്രീ സ്കൂളിൽ പഠിക്കുന്ന സമയം ആ പ്രീ സ്കൂളിലെ ടീച്ചർ അദ്ദേഹത്തിന് ചെറിയൊരു എഴുത്ത് കൊടുക്കുകയാണ്, ചെറിയൊരു കടലാസിൻ്റെ സ്ലിപ്പ് കൊടുക്കുകയാണ്. ഇത് നിന്റെ അമ്മക്ക് കൊണ്ടുപോയി കൊടുക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം അന്ന് കൂട്ടി വായിക്കാൻ തുടങ്ങിയിട്ടില്ല, അക്ഷരങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ, കൂട്ടി വായിക്കാൻ തുടങ്ങിയിട്ടില്ല. ഈ എഴുത്തുമായി അദ്ദേഹം തൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവാൻ, എന്നിട്ട് അമ്മക്ക് ആ എഴുത്ത് കൊടുക്കാൻ. ആ എഴുത്ത് വായിച്ചിട്ട് ആ എഴുത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? നിങ്ങളുടെ മകനെ നിങ്ങൾ തന്നെ പഠിപ്പിക്കുക, അവൻ ബുദ്ധിമാന്ദ്യമുള്ളവനാണ്, അവനെ ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ കഴിയില്ല, നിങ്ങൾ സ്വന്തം തന്നെ അവനെ പഠിപ്പിച്ചാൽ മതി എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ വായിക്കാൻ ആൽവ എഡിസന് പറ്റിയിട്ടില്ല. അദ്ദേഹം അമ്മയുടെ കയ്യിൽ കൊടുത്തു. ജിജ്ഞാസയോടെ തൻ്റെ കുഞ്ഞുമുഖം ഉയർത്തിക്കൊണ്ട് ആ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? ആ അമ്മ മറുപടി പറയാണ്, മോനെ ഇതിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ മകൻ ഒരു വലിയ പ്രതിഭയാണ്, നിങ്ങളുടെ മകൻ വലിയൊരു ജീനിയസ് ആണ്. ഈ ചെറിയ വിദ്യാലയത്തിൻ്റെ മതിൽക്കെട്ടുകൾ അവനെ സംബന്ധിച്ചിടത്തോളം തുലോം പരിമിതമാണ്. അതുകൊണ്ട് വിശാലമായ ലോകത്തേക്ക് നിങ്ങൾ അവൻ്റെ കൈ പിടിച്ചു പോകുക, നിങ്ങൾ തന്നെ അവനെ പഠിപ്പിക്കുക, നിങ്ങൾ തന്നെ അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് എന്ന് അമ്മ തോമസ് ആൽവ എഡിസനോട് പറയാണ്. വർഷങ്ങൾ കഴിഞ്ഞു. തൻ്റെ അമ്മയുടെ തീവ്രമായ പ്രയത്നത്തിൽ, അതിതീവ്രമായ പരിശ്രമത്തിനൊടുവിൽ ആ മനുഷ്യൻ ഒരു മഹാപ്രതിഭയായി മാറി. ലോകത്തിൻ്റെ സപ്തസാഗരങ്ങളും പീഠഭൂമികളും മരുഭൂമികളും സമതലങ്ങളും പർവ്വതങ്ങളും എല്ലാം കടന്ന് തോമസ് ആൽവ എഡിസൺ എന്ന മഹാശാസ്ത്രജ്ഞൻ്റെ ആ മഹാപ്രതിഭയുടെ പേരും പെരുമയും ലോകം മുഴുവനും വ്യാപിച്ചു. ആളുകൾ ബഹുമാനത്തോടെ അദ്ദേഹത്തിൻ്റെ പേരുകൾ പറഞ്ഞു, അദ്ദേഹത്തെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതി, ആർട്ടിക്കിളുകൾ എഴുതി. അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തിയെ ആളുകളെല്ലാം വല്ലാതെ സ്തുതിക്കുകയും അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. അങ്ങനെ ആ നല്ല കാലത്ത് ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു ദിവസം മരണപ്പെട്ടു. വല്ലാത്ത വേദന. തൻ്റെ ജീവിതത്തിൽ താങ്ങും തണലുമായി വർത്തിച്ച, തൻ്റെ ജീവിതത്തിലെ മുന്നോട്ടുള്ള ചാലകശക്തിയായി വർത്തിച്ച പ്രിയപ്പെട്ട മാതാവിൻ്റെ മരണം ആൽവ എഡിസനെ വല്ലാതെ തളർത്തി. അദ്ദേഹം അമ്മയുടെ മുറിയിലേക്ക് സമാധാനത്തിന് വേണ്ടി പ്രവേശിച്ചു. ആ മുറിയിൽ അമ്മയുടെ സാന്നിധ്യമുള്ളതുപോലെ അദ്ദേഹത്തിന് തോന്നി. ആ മുറി അമ്മയുടെ ഓർമ്മകൾ അദ്ദേഹത്തിന് നൽകി. അമ്മ എഴുതി വെച്ച ഡയറികൾ, തൻ്റെ ചെറിയ മകൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഒരിക്കലും താണ്ടാൻ കഴിയില്ല എന്ന് വിചാരിച്ച പടവുകൾ, തൻ്റെ മകനെ നിശ്ചയദാർഢ്യം കൊണ്ട് കൈപിടിച്ച് കയറിപ്പോയ ആ രംഗങ്ങളും ദിവസങ്ങളുടെ നല്ല നല്ല ഓർമ്മകളുമെല്ലാം എഴുതി വെച്ച ഡയറി കുറിപ്പുകൾ ആൽവ എഡിസൺ ഇങ്ങനെ എടുത്ത് വായിക്കാൻ തുടങ്ങി. അങ്ങനെ വായിച്ചു അവസാനം ഒരു ഡയറി തുറന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയ സ്ലിപ്പ് കിട്ടി. ഓർമ്മകൾ പതിറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക്, വർഷങ്ങൾക്കപ്പുറത്തേക്ക് ഓർമ്മകൾ പിറകോട്ട് പോയി. അദ്ദേഹത്തിന് ഓർമ്മ വന്നു, അന്ന് അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ തുടങ്ങുന്ന കാലം, എഴുതിയത് മുഴുവൻ വായിക്കാൻ അറിയാത്ത കാലം. തൻ്റെ പ്രീ സ്കൂളിലെ ടീച്ചർ തൻ്റെ അമ്മക്ക് കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറഞ്ഞെഴുതി തന്ന ആ സ്ലിപ്പാണ്. അദ്ദേഹം ആ സ്ലിപ്പ് എടുത്തു, എന്നിട്ടത് വായിച്ചു. അതിൽ എഴുതിയിരിക്കുന്നത്, യുവർ സൺ ഈസ് മെൻ്റലി റിട്ടാർഡഡ്. നിങ്ങളുടെ മകൻ ഒരു മന്ദബുദ്ധിയാണ്, നിങ്ങളുടെ മകനെ കൊണ്ട് ഒന്നും പറ്റില്ല, അവന് പഠിക്കാൻ കഴിയുന്നില്ല, എഴുതാൻ കഴിയുന്നില്ല, പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല എന്ന പരാതി. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരു നോട്ട് കൂടിയുണ്ട്, നാളെ മുതൽ ഇവനെ സ്കൂളിലേക്ക് അയക്കേണ്ടതില്ല, ഞങ്ങൾക്ക് ഇവനെ പഠിപ്പിക്കാൻ കഴിയില്ല. ആ സ്ലിപ്പ് കണ്ട് ഹൃദയവേദനയോട് അത് വായിക്കുമ്പോൾ തൻ്റെ മകൻ ചോദിച്ചു, എന്താണ് അമ്മേ അതിൽ എഴുതിയിരിക്കുന്നത്? ആ സ്ലിപ്പിൽ, ആ കടലാസ് തുണ്ടിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതിൻ്റെ നേർവിപരീതം തൻ്റെ മകന് പറഞ്ഞുകൊടുത്ത്, തൻ്റെ മകനെ ഒരിക്കലും ആർക്കും നൽകാൻ കഴിയാത്ത മോട്ടിവേഷൻ നൽകി അവനെ സഹായിച്ച് ഉന്നത സോപാനങ്ങളിലെത്തിച്ച ആ മാതൃത്വം, പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും നാട്ടിൽ ഏതെങ്കിലും ഒരു ആൽവ എഡിസന്റെ ഉമ്മ മാത്രമല്ല, എൻ്റെയും നിങ്ങളുടെയും എല്ലാം മാതാവിൻ്റെ സ്വഭാവവും ജീവിതവുമാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിച്ച വെക്കുമ്പോൾ നമ്മുടെ കൈ പിടിച്ച, കരയുമ്പോൾ നമ്മുടെ കണ്ണ് തുടച്ച, കാഷ്ടിച്ചപ്പോഴും മൂത്രിച്ചപ്പോഴും ഒരറപ്പും വെറുപ്പുമില്ലാതെ അതെല്ലാം തുടച്ചു വൃത്തിയാക്കിയ, നമ്മുടെ വായിലേക്ക് ഭക്ഷണത്തിൻ്റെ ആദ്യത്തെ ഉരുളകൾ വെച്ച് തന്ന, നമ്മുടെ കൈകൊണ്ട് ആദ്യാക്ഷരങ്ങൾ എഴുതിച്ച, നമ്മ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ ഉറക്കം വേണ്ടാന്ന് വെച്ച നമ്മുടെ പ്രിയപ്പെട്ട മാതാവ്, അതുപോലെ തന്നെ നമ്മുടെ പിതാവും. പ്രിയപ്പെട്ടവരെ, പൂകിപ്പറമ്പിൽ ഒരു ബസ് അപകടം നടന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. പൂകിപ്പറമ്പിൽ അന്ന് ബസ്സിലുണ്ടായിരുന്ന 45 ആളുകളിൽ
5 ആളുകൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. 40ഓളം ആളുകൾ അന്ന് മരണപ്പെട്ടിട്ടുണ്ട്. ഈ 5 ആളുകളിൽ, രക്ഷപ്പെട്ട 5 ആളുകളിൽ 2 പേര് ഒരു ചെറിയ കുട്ടിയും ഒരു ഉമ്മയുമാണ്. അവരെങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ബസ്സിൻ്റെ ഉള്ളിലേക്ക് തീനാളങ്ങൾ ഇരച്ചു കയറാൻ തുടങ്ങിയപ്പോൾ, ആളുകൾ കത്തിത്തീരും മരിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ, ആ ബസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഈ ബാപ്പ, ഈ ഉപ്പ സ്വന്തം ഭാര്യയെയും തൻ്റെ കുഞ്ഞിനെയും ജനാലയിലൂടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് ആ ബസ്സിൻ്റെ ഉള്ളിൽ കിടന്ന് ഞെരിഞ്ഞമർന്ന് കത്തിമരിച്ച സംഭവമാണത്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ഓരോ പിതാക്കളും, നിങ്ങളുടെ ഓരോ ബാപ്പമാരും അങ്ങനെ നിങ്ങളെ സംരക്ഷിക്കാൻ തയ്യാറാണ്. ഒരവസരം വന്നാൽ അവരുടെ ജീവൻ ബലി കഴിച്ചു, അവരുടെ ജീവൻ ബലി കൊടുത്ത് നിങ്ങളെ സംരക്ഷിക്കാൻ അവർ തയ്യാറാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവരോട് നമുക്ക് ബാധ്യതയുണ്ട്, അവരോട് നമുക്ക് കടപ്പാടുണ്ട്. ആ കടപ്പാടിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചത് എന്ന് നാം മനസ്സിലാക്കണം. ഇനി ആ കടപ്പാട് പൂർത്തിയാക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിലോ, നമ്മുടെ ഉമ്മയുടെയും ഉപ്പയുടെയും വേദനകൾക്കും വ്യതകൾക്കും ഒരു കാരണമായി നമ്മൾ മാറിയാലോ, നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതവും പരലോകത്തെ ജീവിതവും ദുരന്തപൂർണമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ ഒരു കുടുംബത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഒരുപാട് കാലം തൻ്റെ ശരീരത്തിലേക്ക് കയറിയ പഴുപ്പ് മൂലം കരഞ്ഞ് കരഞ്ഞ് കാലം കടിച്ച് നരകിച്ചു മരിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യന്റെ ജീവിതത്തിൽ ആരെങ്കിലും അദ്ദേഹത്തിന്റെ ഈ പ്രയാസത്തിന്റെ കാരണം ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു കൊടുക്കുമായിരുന്നു, എൻ്റെ ഉമ്മ, എൻ്റെ ബാപ്പ മരണപ്പെട്ട ശേഷം ഒരുപാട് പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമാണ് എന്നെ വളർത്തിയത്. അയൽ വീടുകളിലെ പാത്രങ്ങൾ എൻ്റെ ഉമ്മ കഴുകിയിട്ടുണ്ട്, അവിടുത്തെ ബാത്റൂം തുടച്ചിട്ടുണ്ട്, അവിടുന്ന് കിട്ടുന്ന എച്ചിലുകൾ ഭക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു കുറവും എൻ്റെ ഉമ്മ വരുത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഭാര്യയുടെ സ്വഭാവ ദൂഷ്യം കാരണം, അവരുടെ കുറ്റപ്പെടുത്തലുകൾ കാരണം എപ്പോഴോ അറിയാതെ ഞാൻ എൻ്റെ ഉമ്മാനെ വെറുക്കാൻ തുടങ്ങി, ഞാൻ എൻ്റെ ഉമ്മയോട് മുറുപ്പ് കാണിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ കസേരയിലിരിക്കുന്ന ഉമ്മയെക്കുറിച്ച് എൻ്റെ ഭാര്യ എന്തോ എന്ന് പറഞ്ഞപ്പോൾ നിയന്ത്രണം വിട്ട് ഞാൻ എൻ്റെ ഉമ്മയൊന്ന് ചവിട്ടി. ആ ചവിട്ട് കൊണ്ടത് ഉമ്മയുടെ വയറിൻ്റെ ഭാഗത്ത് തന്നെയായിരുന്നു. ആ ചവിട്ട് കാരണമോ എന്തോ എൻ്റെ ഉമ്മ പിന്നെ അധിക കാലം ജീവിച്ചില്ല. എൻ്റെ ഉമ്മ മരണപ്പെട്ടു. ഉമ്മയുടെ മരണത്തിന് ശേഷം ഒരു ദിവസം ഏത് കാലുകൊണ്ടാണോ ഞാൻ ചവിട്ടിയത്, ആ കാലിൻ്റെ നഖം ഞാൻ വെട്ടുന്ന സമയം ആ ചെറിയൊരു മുറിവ് എൻ്റെ കാലിനുണ്ടായി. എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു. ആ മുറിവ് പഴുത്ത് കയറി ഒരു ചികിത്സക്കും ഒരു ആൻറ്റിബയോട്ടിക്കുകൾക്കും ഒരു ട്രീറ്റ്മെൻറ്റിനും മാറ്റാൻ കഴിയാത്തത്ര ആ പഴുപ്പ് കയറാൻ തുടങ്ങി. പല അസുഖങ്ങളും എനിക്ക് വരാൻ തുടങ്ങി. ഞാൻ കട്ടിലിൻ്റെ മുകളിൽ ഒരു സ്ഥിരവാസിയായി അവിടെ കിടന്ന് ശരീരത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ടാകുമ്പോൾ ഇന്ന് ഞാൻ ചവിട്ടിയ എൻ്റെ ഉമ്മാനെ വിളിച്ചിട്ട് ഞാൻ കരയാണ്. ഉമ്മാന്ന് വിളിച്ച് ഞാൻ കരയാണ്. പക്ഷേ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ, എന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ എൻ്റെ ഉമ്മ ഇന്നില്ലല്ലോ. അഥവാ എൻ്റെ ഉമ്മ ഇന്നുണ്ടായിരുന്നെങ്കിൽ ഈ തലയുടെ ഭാഗത്ത് ഞാൻ ഈ കിടക്കയിൽ കിടക്കുമ്പോൾ എൻ്റെ കിടക്കയിൽ വന്നിരുന്ന് എൻ്റെ ഉമ്മ റബ്ബിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, റബ്ബേ എൻ്റെ കുട്ടിക്ക് ശിഫ നൽകാനാതാ, എൻ്റെ കുട്ടിക്ക് സമാധാനം നൽകി റബ്ബേ എന്ന് എൻ്റെ ഉമ്മ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് ആ മനുഷ്യൻ മരണം വരെ പറയുമായിരുന്നു. മക്കളെ, നമ്മുടെ ഉമ്മയും ഉപ്പയും ജീവിച്ചിരിക്കുന്ന കാലമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാലം. നമുക്ക് വേണ്ടി ആരെങ്കിലും ചോദിക്കാനും പറയാനുമുണ്ടെങ്കിൽ അത് നമ്മുടെ മാതാപിതാക്കൾ മാത്രമാണ്. നമുക്ക് ജീവിതത്തിൽ ഒരു സങ്കടവും പ്രയാസവും വരുമ്പോൾ ഒരുപക്ഷെ പുറമെ കാണിച്ചെന്ന് വരില്ല, നമ്മെ വിമർശിക്കുമായിരിക്കും, നമ്മെ ശകാരിക്കുമായിരിക്കും. പക്ഷേ നമുക്ക് ജീവിതത്തിൽ വന്നെത്തിയ വേദനകൾ നമ്മുടെ മനസ്സിനെ നോവിച്ചതിനേക്കാൾ, നമ്മുടെ ഹൃദയത്തെ പ്രയാസപ്പെടുത്തിയതിനേക്കാൾ 10,000 മടങ്ങ് നമ്മുടെ ഉമ്മയുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നുണ്ട്, നമ്മുടെ വാപ്പയുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നുണ്ട്. അവരോട് ഉള്ള ബാധ്യതകൾ മനസ്സിലാക്കാൻ നാം തയ്യാറാകണം. അവരോടുള്ള കടപ്പാടുകൾ തീർക്കുന്നവരാകാൻ നാം തയ്യാറാകണം. നല്ല വാക്കുകൾ കൊണ്ട് മാത്രം അവരോട് സംസാരിക്കണം. ജീവിതത്തിന്റെ പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ കിട്ടുമ്പോൾ, പുതിയ ചങ്ങാതിമാരെ കിട്ടുമ്പോൾ, പ്രണയബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ, ലഹരിയുടെ വാതായനങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുകയും ഓർമ്മിക്കുകയും വേണം. 2 ജീവിതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട്. 4 കണ്ണുകൾ നിങ്ങൾക്ക് വേണ്ടി കരയുന്നുണ്ട്.
2 ഹൃദയങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സദാ പിടക്കുന്നുണ്ട്. 4 ചുണ്ടുകൾ സദാസമയവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. 2 മനസ്സുകൾ നിങ്ങളെ പ്രതീക്ഷിച്ചും നിങ്ങളുടെ സാന്ത്വനവും നിങ്ങളുടെ സമാധാനവും പ്രത്യാശയും ആഗ്രഹിച്ചും കഴിഞ്ഞുകൂടുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ട മക്കളെ. ആ മനസ്സിലാക്കലാവണം നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ചാലക ശക്തി. അള്ളാഹുവിന്റെ ഒരുപാട് ബഹുമാനവും ആദരവും മാതാപിതാക്കളെ പരിഗണിക്കുന്നതിലൂടെ ലഭിക്കുമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകൻ ഒരിക്കൽ ഉമറിനെ വിളിച്ചിട്ട് പറയാൻ, ഉമർ, ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്, യമനിലാണ്, ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ മദീനയിലേക്ക് വന്ന് എന്നെ കണ്ട് സ്വഹാബിയാവാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തെ കണ്ടാൽ ഉമറെ പറയണം അദ്ദേഹത്തോട്, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നിനക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ അദ്ദേഹത്തോട് പറയണം. ഉമർ ചോദിച്ചു, റസൂലേ, എന്താണ് ആ മനുഷ്യന്റെ പ്രത്യേകത? എന്താണ് ആ മനുഷ്യൻ ഇത്രമാത്രം ബഹുമതി ഉണ്ടാകാൻ കാരണം? റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, അദ്ദേഹത്തെ മദീനയിൽ വന്ന് എന്റെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്ത് എന്നിൽ നിന്ന് സുഹ്ബത്ത് സ്വീകരിക്കാൻ അദ്ദേഹത്തിന് തടസ്സമാകുന്നത് അദ്ദേഹത്തിന്റെ ഉമ്മയെ പരിചരിക്കുന്നത് കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ഉമ്മക്ക് അദ്ദേഹം സാമീപ്യം നൽകുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇവിടെ വരാൻ കഴിയാത്തത്. അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ടാൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്യുക. അള്ളാഹുവിന്റെ പേരിൽ ആ മനുഷ്യൻ ഒരു കാര്യം പറഞ്ഞാൽ അത് പടച്ചറപ്പ് നടത്തിയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തതിന് ശേഷം പ്രിയപ്പെട്ടവരെ, യമനിൽ നിന്ന് ഓരോ യാത്രാ സംഘങ്ങൾ വരുമ്പോഴും ഉമർ ഇങ്ങനെ കാത്തു നിൽക്കുമായിരുന്നു മദീനയിൽ. എവിടെ ഉവൈസുൽ ഖർനി, എവിടെ ഉവൈസുൽ ഖർനി, എവിടെ ഉവൈസുൽ ഖർനി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി ഉമർ കാത്തു നിൽക്കുമായിരുന്നു. അവസാനം അദ്ദേഹത്തെ കണ്ടു. പ്രവാചകൻ പറഞ്ഞു കൊടുത്ത അടയാളങ്ങൾ അദ്ദേഹത്തിൽ കണ്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ, സ്വഹാബികൾ മുഴുവൻ തടിച്ചുകൂടിയിട്ട് അദ്ദേഹത്തോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ, അവസാനം ആളുകൾ ഇങ്ങനെ ഒഴുകി വരുന്നത് കാരണം അദ്ദേഹം എന്ത് ചെയ്യാണ്? ആരോരും അറിയാത്ത അജ്ഞാതമായ ഒരു സ്ഥലത്ത് ജീവിച്ചു മരിക്കാൻ അള്ളാഹു കൊടുത്തൊരു സ്ഥാനം നോക്ക് നിങ്ങൾ. എന്താ കാരണം? ഉമ്മയെ ബഹുമാനിച്ചു എന്നുള്ളതാണ്, ഉമ്മയെ പരിചരിച്ചു എന്നുള്ളതാണ്. നാം നമ്മുടെ ഉമ്മയോട് പറയുന്ന നല്ലൊരു വാക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായിരിക്കും. പക്ഷേ ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ മുന്നിൽ മക്കളെ, ആ വാക്കുകൾക്കുള്ള വില എന്താണെന്ന് ഒരിക്കലും നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് ഉമ്മയെ സ്നേഹിക്കാൻ, ബാപ്പയെ സ്നേഹിക്കാൻ തയ്യാറാവുക. സ്നേഹപ്രകടനങ്ങൾ നടത്തുക. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്, പൂഴ്ത്തിവെക്കാനുള്ളതല്ല. എനിക്ക് എൻ്റെ ഉമ്മയോട് സ്നേഹമുണ്ട്, എനിക്ക് എൻ്റെ ബാപ്പയോട് സ്നേഹമുണ്ട്, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ എനിക്ക് മടിയാണ്, അത് കാണിക്കാൻ എനിക്ക് മടിയാണ്. അങ്ങനെയല്ല. സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ കോളേജിലേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് ഉമ്മയുടെ നെറുകയിൽ ചുംബിച്ചു തുടങ്ങുക. ഇറങ്ങുമ്പോൾ വാപ്പാക്കൊരു മുത്തം കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങുക. ആദ്യത്തെ 1-2 ദിവസമൊക്കെ നിങ്ങൾക്ക് കുറച്ച് പ്രയാസമായിരിക്കും, പക്ഷെ പിന്നീട് നിങ്ങൾക്ക് അതൊരു ശീലാവും. അതില്ലാതിരിക്കുമ്പോൾ നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങളോട് ചോദിക്കും. മാത്രമല്ല, നിങ്ങൾ തമ്മിലുള്ള ആ ബന്ധത്തിന് ആഴമുണ്ടാകും. ആ ചുംബനം നൽകി നിങ്ങൾ സ്കൂളിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആ ചുംബനം നൽകുന്ന, അവരുടെ ഹൃദയത്തിന് നൽകുന്ന സ്വാന്തനം, അവരുടെ ഹൃദയത്തിൽ നിന്ന് ചില പ്രാർത്ഥനകൾ പുറത്തേക്ക് കൊണ്ടുവരും. റബ്ബേ, എൻ്റെ കുട്ടിയെ സംരക്ഷിക്കണേ, റബ്ബേ എൻ്റെ കുട്ടിയെ കാത്തോളനെ. ആ പ്രാർത്ഥന മാത്രം മതി നിങ്ങളെ കാത്തിരിക്കുന്ന കഴുകക്കണ്ണുകളിൽ നിന്ന് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ രക്ഷപ്പെടാൻ. നല്ല ഒരു മനുഷ്യനായി, നല്ല വിദ്യാർത്ഥിയായി, നല്ല വിദ്യാർത്ഥിനിയായി ജീവിതാവസാനം വരെ ജീവിക്കാൻ ആ മാതാപിതാക്കൾ നൽകുന്ന പ്രാർത്ഥന മതിയാകും എന്ന് മനസ്സിലാക്കുക. റിദല്ലാഹു ഫി റിദൽ വാലിദൈൻ വസുഖ്തുല്ലാഹു ഫി സുഖ്തുൽ വാലിദൈൻ. മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി കിടക്കുന്നത്. മാതാപിതാക്കളുടെ വെറുപ്പിലാണ് അള്ളാഹുവിൻ്റെ വെറുപ്പ് കിടക്കുന്നത് എന്ന് മക്കളെ നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു പറയുന്നു, വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ. അള്ളാഹു വിധിച്ചിരിക്കുന്നു, അവനെയല്ലാതെ മറ്റാരെയും ആരാധിക്കാൻ പാടില്ല എന്ന് പടച്ചറബ് വിധിച്ചിരിക്കുകയാണ്. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറണമെന്നും പടച്ചറബ് വിധിച്ചിരിക്കുകയാണ്. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, അവരിൽ 2 പേരോ ഏതെങ്കിലും ഒരാളോ നിന്റെ അടുത്ത് വാർദ്ധക്യം ബാധിച്ചു കൊണ്ടുണ്ടെങ്കിൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്, അവരോട് ചെയ്യുന്ന വാക്ക് പോലും പറഞ്ഞു
പോകരുത്. വലാ തൻഹർഹുമാ, അവരോട് കയർത്ത് സംസാരിക്കരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, സമാധാനമുള്ള മാന്യതയുടെ വാക്കുകൾ മാത്രം അവരോട് ഉപയോഗിക്കുക, അതുപയോഗിച്ച് മാത്രം അവരോട് സംസാരിക്കുക. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ താഴ്മയുടെ ചിറകുകൾ അവർക്ക് നിങ്ങൾ വിരിച്ചു കൊടുക്കുകയും ചെയ്യുക. നിങ്ങൾ വളർന്നിട്ടുണ്ടാവും, നിങ്ങൾക്ക് താടിയും മീശയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടാവും, ബൈസെപ്സും ട്രൈസെപ്സും ഉണ്ടാവും, സിക്സ് പാക്ക് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടാവും, ജിമ്മ് കളിച്ച് നല്ല ആരോഗ്യ ദൃഢഗാത്രന്മാരായിട്ടുണ്ടാവും. എന്നാൽ നിങ്ങളുടെ ഉമ്മയുടെയും വാപ്പയുടെയും മുന്നിൽ നിങ്ങൾ മക്കൾ മാത്രമാണ്, സന്താനങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ എല്ലാ ന്യൂനതകളും അറിയുന്ന ആ മാതാപിതാക്കൾ, നിങ്ങളുടെ വളർച്ചയ്ക്ക് കാരണക്കാരായ, നിങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണക്കാരായ ആ മാതാപിതാക്കളുടെ മുന്നിൽ താഴ്മയുടെ ചിറകുകൾ നിങ്ങൾ വിരിച്ചു കൊടുക്കുക. എന്നിട്ടോ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ, എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുക. റബ്ബേ, എൻ്റെ ശൈശവത്തിലും എൻ്റെ ബാല്യത്തിലും എൻ്റെ ആവശ്യങ്ങൾ എൻ്റെ കണ്ണുനീരിൽ നിന്ന് കണ്ടറിഞ്ഞ, എൻ്റെ വേദനകൾ എൻ്റെ കരച്ചിലിൽ നിന്ന് തിരിച്ചറിഞ്ഞ, എത്രയോ രാത്രികൾ എനിക്ക് വേണ്ടി ഉറക്കമൊടിഞ്ഞ എൻ്റെ മാതാപിതാക്കൾ എപ്രകാരമാണോ എന്നെ ചെറുപ്പത്തിൽ സംരക്ഷിച്ചത്, അതുപോലെ എൻ്റെ ഉമ്മയെയും ഉപ്പയെയും സംരക്ഷിക്കണേ നാഥ, അവർക്ക് സംരക്ഷണം നൽകണേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുക. ഉമ്മയോടും ഉപ്പയോടുമുള്ള കടമകൾ അതുപോലെ പൂർത്തിയാക്കുന്ന, വളരുംതോറും മാതാപിതാക്കളുടെ മുന്നിൽ താഴ്മയുടെ ചിറകുകൾ കൂടുതൽ കൂടുതൽ താഴ്ത്തി വിരിച്ചു കൊടുക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ, ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.